ഓം നമോ ഭഗവത്തെ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 77 ശ്ലോകം 8, 9, 10. ഭഗ്നസലഗ്നഹൃദയോപി നൃപൈ പ്രണുന്നോ യുദ്ധം ത്വയാ വ്യഥിത ഷോഡശ കൃത്വ ഏവം അക്ഷൗഹിണീ ശിവ ശിവാസ്യ ജഘന്ധ വിഷ്ണോ സംഭൂയ സൈകനവതിത്രിശതം തദാനീം അഷ്ടാദശേസ്യ സമരേ സമുപേയുഷി ത്വം ദൃഷ്ട്വാ പുരോധ യവനം യവനത്രികോട്യാ ത്വഷ്ട്രാ വിധാപ്യ പുരമാശു പയോധി മധ്യേ തത്രാഥ യോഗബലതഃ സ്വജനാനനൈഷീഃ പദ്ഭ്യാം ത്വം പദ്മമാലീ ചകിത ഇവ പുരാ നിർഗതോ ധാവമാനോ മ്ലേച്ഛേശേനാനുയാതോ വധ സുകൃതവിഹീനേന ശൈലേന്യലൈഷീഃ സുപ്തേനാഘ്ര്യാഹതേന ദ്രുതമഥമുചുകുന്ദേന ഭസ്മീകൃതേസ്മിൻ ഭൂപായാസ്മൈ ഗുഹാന്തഃ സുലളിതവപുഷാ തസ്തിഷേ ഭക്തിഭാജേ. ഭഗ്നഃ സഃ ലഗ്നഹൃദയഃ അപി നൃപൈഃ പ്രണുന്നഃ യുദ്ധം ത്വയാ വ്യഥിത ഷോഡശ കൃത്വഃ ഏവം അക്ഷൗഹിണീഃ ശിവ ശിവ അസ്യ ജഗന്ധ വിഷ്ണോ സംഭൂയ സഹ ഏകനവതിത്രിശതം തദാനീം അഷ്ടാദശേ അസ്യ സമരേ സമുപേയുഷി ത്വം ദൃഷ്ട്വാ പുരഃ അഥ യവനം യവന ത്രികോട്യാ ത്വഷ്ട്രാ വിധാപ്യ പുരം ആശു പയോധി മധ്യേ തത്ര അഥ യോഗ ബലതഃ സ്വജനാൻ അനൈഷീഃ പദ്ഭ്യാം ത്വം പദ്മമാലീ ചകിത ഇവ പുരാത് നിർഗതഃ ധാവമാനഃ മ്ലേച്ഛ ഈശേന അനുയാതഃ വധ സുകൃത വിഹീനേന ശൈലേ ന്യലൈഷീഃ സുപ്തേന അംഘ്രിയാ ഹതേന ദ്രുതം അഥ മുചുകുന്ദേന ഭസ്മീകൃതേ അസ്മിൻ ഭൂപായ അസ്മൈ ഗുഹാന്തേ സുലളിതവപുഷാ തസ്തിഷേ ഭക്തിഭാജേ. പദങ്ങൾ. ഹരേ കൃഷ്ണ. അവത ശ്ലോകത്തിൽ എന്നാ ചൊല്ലുന്ന முதல்ல ചൊല്ലിരുന്ന 23 അക്ഷൗഹിണി, 6வது ശ്ലോകത്തിൽ ചൊല്ലിരുന്ന 23 അക്ഷൗഹിണി പടை ആദ്യം കൊണ്ടുവന്ന് അവളെല്ലാരും ബലരാമരില്ലാക്കി ആക്കിനാർ. അത് എഴുത്തച്ഛനോട് എന്താ ഭാഗവതത്തിലെ പാത്താനാന ரொம்ப அழகா இருக்கு. ഓരോ ഇടത്തിലേന്നും വരുക അവളെ ഓരോ ദ്വാരത്തിലേന്ത് തെക്ക് വശം വടക്ക് വശം കിഴക്ക് വശം ഓരോ ഇടത്തിലേന്ന് വറുത്ത് ബലരാമൻ ഇപ്പടിയെ കലപ്പയാല ഒരു തടവ് വരാ എല്ലാം ഇപ്പടിയെ പോയിടുമ്പോ അതിൻ്റെ ഒരു പ്രദക്ഷിണന്മാര് വറുത്തുക്കുള്ള കോട്ടയിലുള്ള എല്ലാവരും പോയിടുവാങ്കറമാര് എഴുത്തച്ഛൻ ரொம்ப அழகாக എഴുതിയിരിക്കാർ. என்ன சொல்றான்னா ഭഗ്നഃ സഹ ലഗ്ന ഹൃദയഃ അഭി. അപ്പടി തോത്താച്ച് ജരാസന്ധൻ തിരുമ്പി പോയി കഴിഞ്ഞപ്പോഴേക്കും നൃപൈഹി പ്രണുന്നഃ ഏവം ദിഗ്വിജയം പണിനവനകം ജരാസന്ധൻ. ബാക്കി എല്ലാവരും ജരാസന്ധനെ ഭയന്നൊക്കെ ഇരിക്കാം. അപ്പടി ഇരിക്കപ്പെട്ട ജരാസന്ധന് ബാക്കി ഇരിക്കപ്പെട്ട രാജാക്കന്മാരെല്ലാം ചൊല്ലുവാണം പോങ്കോ പോയി യുദ്ധം പണ്ണുങ്കോ അപ്പടിന്ന് ചൊല്ലി ഷോഡശ കൃത്വഃ ത്വയാ യുദ്ധം വ്യഥിത. 16 തവണ കൃഷ്ണനോടും ബലരാമനോടും കൂടെ ജരാസന്ധൻ യുദ്ധം പണിന.
ഇപ്പിടി 16 തവണ യുദ്ധം പണിനേല് തദാനീം വിഷ്ണു അസ്യ സംഭൂയ സൈക 93 അക്ഷൗഹിണീഹി ശിവ ശിവ ജഗന്ധ. ജരാസന്ധനും കൃഷ്ണരാമന്മാരുമായിട്ടുള്ള യുദ്ധത്തില് ജരാസന്ധനോട് ആകെ സൈക 93 300 നവതീന 90 391 ഏകാന്ന 1 391 അക്ഷൗഹിണി സൈന്യത്തെയും ശിവശിവ ഭഗവാൻ അങ്ങേത് ഇല്ലായ്ക്കാക്കിനാർ. രാമകൃഷ്ണന്മാർ ഇല്ലായ്ക്കാക്കിനാർ. അസ്യ 18 സമരെ. ആദ്യം ഒരുക്കാൻ വന്നാൽ ജരാസന്ധൻ അപ്പുറം 16 തവണ വന്നാച്ചോ. 16 ഒന്നും 17 അയച്ച്. ഇനിയിപ്പോ 18ാമത്തെ തവണയൊക്കെ അസ്യ 18 സമരേ സമുപേയുഷി 18ാവത് വാട്ടി കൂടി ഒരുക്കാ കൂടി വരല அப்படின்னு நினைச்சிருந்து பார்த்தே. അഥ യവന ത്രികോട്ട്യാ യവനം പുരഹാത്വം ദൃഷ്ട്വാ. യവനൻ കാലയവനനെ കൂട്ടിന്താക്കും இந்த വാട്ടി വந்திരിക്കപ്പെട്ടത്. இந்த യവനൻ കാലയവനൻ ചൊല്ലപ്പെട്ടത് ഗർഗ മഹർഷിയോട് പുത്രനും ജ്യോതിശാസ്ത്രജ്ഞനുമാക്കും அப்படின்னு ചൊല്ലുക. ശ്രീകൃഷ്ണനുമായിട്ട് ഒരു യുദ്ധം വേണമെന്ന് നിറയെ നാളെന്ന് യവനൻ ആഗ്രഹിച്ചെന്നിരുന്നാലും. അപ്പോൾ നാരദ മഹർഷി ചൊല്ലാൻ പോകുമ്പോൾ പോയിട്ട്, കാരണം ഓരോരുത്തർക്ക് എന്നെ വറുത്തുകൊണ്ടോ അതൊന്നും വഴിയിൽ തങ്കാതെ വറുത്തുകൊള്ള എല്ലാം അതാത് സമയത്തിൽ വരുന്നുള്ളതാക്കും എനിക്ക് കാണിക്കപ്പെട്ടത്. എത്ര വലിയ ജ്യോതിശാസ്ത്രജ്ഞനാനാലും അവനോട് അന്ത്യം എന്നുള്ളത് അവനക്ക് ഒരിക്കലും ചൊല്ലപ്പറ്റാതെ. അപ്പടിയുള്ള അന്ത യവനന് നാരദ മഹർഷി ചൊല്ലാൻ പോയി താങ്ക കൃഷ്ണനുണ്ട് அப்படின்னு சொல்லி அனுப்புறார். அப்படி அக்கம் வந்து ஜராசந்தம் கூட வந்து யுத்தம் பண்ண வரார். அப்போ வரது கண்ட உடனே പയോധി മധ്യേ ആശു പുരം ത്വഷ്ട്രാ വിധാപ്യ. കടലുക്ക് നടുവില് വിശ്വകർമാവ് കൊണ്ട് ரொம்ப சீக்கிரமா ഒരു പട്ടണം ഉണ്ടാക്കുമ്പോ அப்படின்னு കൃഷ്ണൻ ചൊല്ല. അഥ സ്വജനാൻ യോഗബലതഃ തത്ര അനൈഷിഹി. തന്നോട് ആളുകളെയെല്ലാം യോഗബലത്തിനാല് ഒരേ അടിക്ക് ഒരിടത്തിലേന്ന് അപ്പടിയെ ഇന്നൊരിടത്തേക്ക് മാറ്റിന. അത് നടക്കുമായിട്ട് തന്നെ യോഗബലങ്ങൾ പലതരത്തിലുണ്ട്. ഇപ്പൊ ഹനുമാരോട് കഥ ചൊല്ലുവാളെ അവരൊക്കെ എന്താ സാഗരത്തെ കടക്കുന്ന സമയത്തില് തന്നോട് ഉടമ്പ് ചിന്നതാക്കിനാർ പെരിശാക്കിനാരെല്ലാം ചൊല്ലുവാല്ല. ഇതെല്ലാം യോഗബലമാക്കും. അണിമ ഗരിമ വെയിറ്റ് കൂട്ടുന്നത്. കൃഷ്ണരെ അമ്മയോട് മടിയിലെ പെടുത്തുന്നിരിക്കത്തെ രൊമ്പ ഘനം വന്നത് അമ്മയ്ക്ക് താങ്ങ മുടിയാക്കി കീഴെ പോട്ടിട്ടുള്ള പുറത്തുക്കുള്ള തൃണാവർത്തൻ കാത്താ വന്ന് മേലെ എടുത്തുന്നത് പോനാ അപ്പടിന്ന് ചൊല്ലുവാല്ല. അപ്പൊ അങ്ങ് അത് ഒരു യോഗബലമാക്കും. ഇതുമാതിരി ഒരു യോഗബലമാക്കും ഒരിടത്തിലുള്ള ആളുകളെ മൊത്തമായിട്ട് ഇന്നൊരിടത്തേക്ക് കൊണ്ടുപോകപ്പെട്ടത്. അപ്പടി തന്നോട് ആളുകളെല്ലാരും അങ്ങേത് அந்த யோக சித்தியினால அந்த இடத்துக்கு மாற்றிவிட்ட. പത്മമാലി ത്വം ചകിതഃ ഇവ പുരാത് നിർഗതഃ പദ്ഭ്യാം ധാവമാനഃ. അപ്പൊ കൃഷ്ണൻ എപ്പിടി ഇരിപ്പരുന്നെല്ലാം കേട്ടപ്പോ നാരദർ ചൊല്ലിക്കൊടുത്തിരിക്കാർ കഴുത്തില് മാല പൊട്ടുന്നിരിപ്പർ. പത്മമാലി താമരപ്പൂ മാല പൊട്ടുന്നിരിപ്പരുന്ന്. അതേമാതിരി നാരദർ ചൊന്നമാരി ഇരിക്കണം ഇല്ലയോ, അതുക്കാ വേണ്ടി കൃഷ്ണൻ താമരപ്പൂമാല പൊട്ടുന്നു വന്നിരിക്കാരം. എന്നിട്ട് എപ്പിടി യവനനെ പാത്തതും ചകിതഃ ഇവ ഭയന്തവന മാതിരി പുരാത് നിർഗതഃ പദ്ഭ്യാം ധാവമാനഃ. അത് മധുരാപുരിയിലേന്ന് വെളിയിലിറങ്ങി കാൽനടയ ഓടാരംഭിച്ചാര. വധ സുകൃതി വിഹീനേന മ്ലേച്ഛേഷേന അനുയാതഃ. അത് എന്നത്തിനാലപ്പടി ഓടിനാർന്ന
എല്ലാവർക്കും ഒന്നും ഭഗവാനോട് കയ്യാല വധം മണ്ണി അന്ത മുക്തി കടക്കാതാ. യവനനക്ക് ഭഗവാനോട് കൈനാല മരണങ്കറ ഒരു സുഹൃതമില്ല അവനക്ക്. അതിനാല അവൻ എന്നവണ്ണറാൻ ഭഗവാനക്ക് പിന്നാടി ഓടാൻ. ശൈലേ ഞലൈഷീഹി അങ്ക പക്കത്തിലിരുന്നൊരു പർവ്വതത്തുക്കുള്ള ഭഗവാൻ ഒരു ഗുഹയ്ക്കുള്ള ഏറി ഒളിച്ചു കയറാൻ. സുപ്തേന അപ്പൊ ഉടനെ പിന്നാടി കാലയവനും പോറാൻ. സുപ്തേന അഘ്രാഹതേന മുചുകുന്ദേന അസ്മിൻ അഥ ദ്രുതം ഭസ്മീകൃതേ. അപ്പൊ അങ്ക ഒരാൾ പടുത്തുന്നിരിക്കാം പോത്തി മൂടിന്ത് പാത്ത ഉടനെ കാലയവനാ ഇങ്ങ വന്ന് സൂത്രം ഭയന്ന് ഓടി പോത്തി മൂടി പടുത്തുന്നിരിക്കാല് കാലാലൊരു മുതിമതിച്ച. അത് പടുത്തുന്നിരുന്നത് മുച്ചുകുന്ദനായിരുന്നത്. ഇക്ഷ്വാകുകുലത്തിലെ മാന്ധാതാവോട് പുത്രനാണ് മുച്ചുകുന്ദൻ. ഒരിക്ക അസുരന്മാരും ദേവന്മാരും തമ്മിലുള്ള യുദ്ധം നടന്നത്. അപ്പൊ അന്ത സമയത്തില് മുച്ചുകുന്ദൻ അങ്ക കൂട്ടിന്ത് പോറാ ദേവന്മാരെല്ലാം. യുദ്ധം നടന്ന് നിറയെ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ அந்த யுத்தமெல்லாம் തീർന്നപ്പോ മുച്ചുകുന്ദൻ വന്നിട്ട് എനിക്ക് കൊഞ്ചം ശാന്തമായിരിക്കണം ചൊല്ലി തിരുപ്പി വാർത്തക്ക് പാത്താ ദേവന്മാരോട് ദിവസങ്ങൾ ചൊല്ലപ്പെട്ടത് ഇങ്ങ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കും. തിരുമ്പി വന്നെങ്കിൽ ആരുമേ ഇല്ലേ, ഉങ്ങളോട് ആളുകൾ ആരുമില്ലേ அப்படின்னு ദേവന്മാർ ചൊല്ല. അപ്പം എനിക്ക് സുഖമാ പടുത്തും തൂങ്ങണം அப்படின்னு ചൊല്ற. അപ്പൊ ദേവന്മാർ എന്നെ പண்றான்னா ദേവേന്ദ്രൻ ഒരു അനുഗ്രഹം ഇത് കൊടുക്കറാ. നിങ്ങൾ സുഖമാ പടുത്തും തൂങ്ങോ, ആരോ ഉങ്ങളെ വന്ന് തട്ടി എഴുപ്പുറാളോ അപ്പൊ അവ ചാമ്പല പോവാങ്കറ ഒരു വരവും കൂടി കൊടുക്കറാൻ. അത് വരമാ ദോഷമാ தெரியாது. ആത്തില് വന്ന് പടുത്തുക്ക മുടിയും ആത്തില് വന്ന് ആരാവത് വന്ന് തട്ടി എഴുപ്പിന് അവളെ കണ്ണുറന്ന് പാത്താ ഉടനെ അവ ചാമ്പല പോവാന്നപ്പോ ഇവരൊരു ഗുഹയ്ക്കുള്ള പോയി പടുത്തുന്നിരിക്ക. അപ്പടി ഗുഹേല വന്ന് പടുത്തുന്നിരിക്കപ്പെട്ട മുചുകുന്ദനെ ആക്കും ഇങ്ങ കാലയവനൻ വന്ന് മുതിച്ചതും മുചുകുന്ദൻ കണ്ണ തുറന്ന് പാത്തതും കാലയവനൻ അങ്ങ് ഭസ്മമായാച്ച്. ഭക്തിഭാജേ അസ്മൈ ഭൂപായ സുലളിതവപുഷാ ഗുഹാന്തഃ തസ്തിഷേ. ഭക്തിശാലിயான இந்த முச்சுகுந்தன் ராஜா என்ன நடந்ததுன்னு தெரியல. கண்ணை திறந்ததும் ஏதோ அக்னி இருந்தது, சாம்பல் காணறது. அதுக்கப்புறம் பார்த்தானா அதிசுந்தரமான ശരീരത്തോட ഭഗവാനോട് ദർശനമങ്ങ കടയ്ക്കറത്. മുചുകുന്ദ സ്തുതി ഭാഗവത്തിൽ ரொம்பவே നന്നായിരിക്കും. ഹരേ കൃഷ്ണ.